ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്സ്. അത്യാവശ്യം വൈറലായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം തന്നെയെങ്കിൽ നമുക്ക് വൈറലാവുന്നത് ഇങ്ങനെയുള്ള 1000 2000 ആയാൽ നമുക്ക് നല്ലൊരു വ്യൂസ് എന്ന് പറയാം സാധാരണക്കാർക്ക്. അപ്പോൾ അതിന് ഞാൻ ഈ തക്കാളി തൈ വിത്തിൽ നിന്നല്ലാതെ തൈ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തൈകൾക്ക് നല്ല വേര് വന്നിട്ടുള്ളുണ്ട്. ആ വീഡിയോ കണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ തൈകൾ ഇപ്പോൾ നടാൻ പോവുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞിന് ഗ്രോ ബാഗെല്ലാം മുമ്പേ തയ്യാറാക്കി വെച്ചിട്ട് വേണം നമ്മൾ നടാം. ഇപ്പോൾ ഇന്ന് തൈ നടുന്നുണ്ടെങ്കിൽ ഇന്ന് ഗ്രോ ബാഗ് നിറക്കരുത്. എല്ലാം സെറ്റാക്കി ഒരാഴ്ചയെങ്കിലും കുമ്മായ ഇട്ടെങ്കിൽ അധികം. ഞാനിപ്പോൾ കുമ്മായമൊക്കെ ഇട്ട് മുമ്പേ വെച്ചതാണിത്. അപ്പോൾ ഈ ഇതിലേക്ക് നമുക്ക് തൈകൾ നടാം. ഞാൻ ഇതുപോലെ തൈകൾ ഉണ്ടാക്കി ഇതിന് മുമ്പേ നട്ടിട്ടില്ല. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ തൈകൾ ഉണ്ടാക്കി നടുന്നത്. എന്താവുമെന്നൊന്നും അറിയില്ല. പക്ഷെ നമുക്ക് നട്ടു നോക്കാം എന്താവുമെന്ന്. ഇന്ന് കുറച്ച് നല്ല മഴയുള്ളതുകൊണ്ട് വാടിപ്പോവാനൊന്നും സാധ്യതയില്ല. അതുകൊണ്ട് ഇന്ന് നടുന്നുണ്ട്. നട്ടു വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇന്ന് നല്ല അത്യാവശ്യത്തിന് നല്ല മഴയായിരുന്നു. നല്ല മഴ കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല തൈകളും അങ്ങനെ നല്ല കരുത്തോടെ തന്നെ ഉണ്ട്. നല്ല തൈകളായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നട്ട തൈകൾ എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ നട്ടെങ്കിൽ നല്ല പെട്ടെന്ന് ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് പൂവും കായെല്ലാം ആവും തോന്നുന്നത്. അപ്പോൾ ഇത് രണ്ടും വെച്ചു. നമുക്ക് തക്കാളിയാണ് പച്ചക്കറിയിൽ ഏറ്റവും ഇഷ്ടം. നമുക്ക് ദിവസവും ഇങ്ങനെ തക്കാളി കഴിക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ സ്വപ്നം കാണും. പക്ഷേ എനിക്ക് തക്കാളി അങ്ങനെ ഉണ്ടാകാറില്ല കേട്ടോ. ബാക്കിയെല്ലാ പച്ചക്കറികളും ഉണ്ടാകുന്നുണ്ട്, തക്കാളി അങ്ങനെ ഉണ്ടാകാറില്ല. പക്ഷെ എന്നാലും ആ ഒരു കൃഷി എനിക്ക് ചെയ്യാതിരിക്കാൻ വീണ്ടും ഞാനിങ്ങനെ നട്ടുകൊണ്ടേയിരിക്കും. ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ 2 തൈകൾ ഇങ്ങനെ നട്ടിരിക്കുന്നു. ഇനിയൊരു തൈ ഉണ്ട്, അത് വേറൊരു ഗ്രോ ബാഗ് നമുക്ക് നട്ടുകൊടുക്കാം. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ എൻ്റെ തോട്ടത്തിലെ കുറച്ച് കാഴ്ചകൾ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ ഉഷാറില്ല. വൈകിയൊക്കെ കിടന്നുറങ്ങി ബിഗ് ബോസൊക്കെ കണ്ട് വൈകി കിടന്നുറങ്ങുമ്പോൾ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടായില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് തോട്ടത്തിൽ വന്ന് കുറച്ച് ചെടികളൊക്കെ ഒന്ന് നോക്കി ഒന്ന് ഫ്രഷായിട്ട് അടുക്കളയിലേക്ക് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം ചട്ടിയിലുണ്ടായിരുന്ന വലിയതായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചെടികളെല്ലാം വളർന്നങ്ങ് മുറ്റി നിൽക്കുന്നതെന്ന് പറയുന്നില്ല, അതുപോലെ വളർന്ന് നിന്നുകൊണ്ട് ഞാനെല്ലാം ഇങ്ങനെ മണ്ണിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട്. ഇതെല്ലാം മറ്റേ ചെടികളൊക്കെ മാറ്റി നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൂക്കളുണ്ട്, എത്ര ഭംഗി. ഇത് മഴക്കാലത്ത് തോന്നുന്ന അധികം നല്ല കളറിൽ എന്ത് ഭംഗിയല്ലേ, എത്ര ഭംഗിയുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. അതിനോടൊപ്പം മറ്റേ ആ ഒരു കളർ ചെടിയുണ്ട്, അതിന് ഒരേ ചട്ടിയിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിലും നല്ല ഭംഗിയിലുണ്ട് രണ്ടൊന്നിച്ച് കാണാൻ. പിന്നെ ഈ ഒരു ചെടി എന്ന് പറയുന്നത് കുറച്ചൊരു വാട്ടം വന്ന പോലെ ഒരു ചളി മണ്ണ് കെട്ടി പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മഴ കുറഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് നന്നായി വേറെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം. നല്ല ഒരു ഇളകുന്ന മണ്ണ് നിറച്ചിട്ട് കുറച്ച് കരിയിലൊക്കെ ചേർത്ത് മാറ്റി നട്ടു കൊടുക്കണം. അപ്പോൾ ഇത് കടലാസവും ഹൈഡ്രേഞ്ചിയം നല്ല തലത്തോന്ന ഇങ്ങനെ വട്ടത്തിൽ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറേ തൈകൾ ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ റോസാപ്പൂക്കൾ, ഇത് അമരവള്ളി പടർന്നത് കണ്ടോ, എത്ര നന്നായി ഇങ്ങനെ പടർന്ന് വൈകുന്നേരം വെയിലില്ലാത്ത വൈകുന്നേരങ്ങൾ വെയിലുള്ള നല്ല വൈകുന്നേരങ്ങളിൽ കാണണം.
പക്ഷികളിങ്ങനെ ഭയങ്കര കൂട്ടമായി വന്ന് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കളവില കൂട്ടുന്നതാണ്. അത് ഭംഗിയാണ് കാണാൻ. അത്രയും പക്ഷികളിങ്ങനെ ഒന്നോടെ ഇങ്ങനെ വന്ന് നല്ല സൗണ്ടോടെ ഇങ്ങനെ കുറേ ഇങ്ങനെ എന്തെന്ന് പറയാ, അവരുടെ ആഘോഷം എന്ന് പറഞ്ഞില്ലേ പക്ഷികൾ, അതുപോലെ അത്രയധികം പക്ഷികൾ ഇതിൻ്റെ അടിയിൽ വന്ന് ഇങ്ങനെ സന്തോഷിക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ആ ഒരു വിഷമൊക്കെ മാറുന്നതാണ്. അപ്പോൾ ചെടികളുണ്ടെങ്കിൽ നമുക്ക് പക്ഷികളും തുമ്പികളും പൂമ്പാറ്റകളും ഒക്കെ വരുള്ളൂ. അവയെ ആകർഷിക്കാൻ പൂക്കളുള്ള ചെടികൾ നടാം. അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയാലേ നമ്മുടെ പൂന്തോട്ടത്തിലേക്ക്, ഗാർഡനിലേക്ക് പക്ഷികളും കിളികളും പൂമ്പാറ്റകളൊക്കെ ഇങ്ങനെ അനവധിയായി ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെടികൾ നടുക, പൂക്കളുണ്ടാക്കുക, നമ്മുടെ ഇത്